ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ UAE വന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. ഇന്നത്തെ ഫുൾ വീഡിയോ അതാണ്. അപ്പോൾ ഇത് എൻ്റെ പാറുക്കുട്ടിയാണ്, മൂത്ത ചേച്ചിയുടെ മോളാണ്. അപ്പോൾ അവളിനായിട്ട് അവളിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജാനുക്കുട്ടിക്ക് ഫോൺ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും എൻ്റെ പാറു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയാണ് അവർ. ഫോണിൽ കൂടിയും ഇടയ്ക്കൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ, നേരെ ഇട്ടിട്ട് ഇവർക്ക് ഇങ്ങനെ കളിക്കാനൊന്നും പറ്റണില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ മക്കൾക്ക് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനുക്കുട്ടി പറഞ്ഞു എനിക്ക് പാറുച്ചേച്ചി തന്നെ വാരി തന്നാൽ മതിയെന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാറ്റിനും അവൾ വേണം കേട്ടോ. പക്ഷെ ഇടയ്ക്ക് ഭയങ്കര തല്ലൂട്ടാണ്, നല്ല വഴക്കാണ് ഇടയ്ക്ക്. ജാനുക്കുട്ടി പാറുക്കുട്ടീനെ വെറുതെ തല്ലൊക്കെയാണ് കേട്ടോ, ഭയങ്കര കുറുമ്പിയാണ്. അപ്പോൾ പാറുക്കുട്ടി അതിനനുസരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവളിപ്പോൾ ചെറുതല്ലേ എന്നുള്ള രീതിയിൽ മാക്സിമം അവളിങ്ങനെ തല്ലുകൂടാണ്ട് വഴക്കിടാണ്ടൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇത് മേമയാണ്. അപ്പോൾ വൈകിട്ടായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് അമ്മ വരാനുള്ള ടൈമായിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്മേനെ ഞങ്ങളെല്ലാ പ്രാവശ്യവും അമ്മ വരുമ്പോൾ ആ ഭാഗം വരെ ഇങ്ങനെ വെറുതെ നടക്കാൻ പോവും. അപ്പം അങ്ങോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ പ്രിയമ്മേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പ്രിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം അമ്മേനെ കൊണ്ടുവരാനായിട്ട് വെറുതെ നടക്കാൻ വേണ്ടി പോവാണ്. ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അമ്മയാണെങ്കിൽ ഞാൻ വന്നിട്ട് കണ്ടിട്ടുമില്ല, എന്നെയും ജാനുവിനൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണേ. രണ്ടുപേരും പോവാണ്. പാറക്കുട്ടിയുടെ വിശേഷം പറ, പാറക്കുട്ടിയുടെ പേര് അതൊക്കെ പറ. എത്രയിലാ പഠിക്കണേ? ഒന്നിലാണ് പഠിക്കണത്. പാറക്കുട്ടിയുടെ വീട് മങ്ങാടാണ്. മങ്ങാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ പുളിഞ്ചോട് അവിടെയാണ് കേട്ടോ പാറക്കുട്ടിയുടെ വീട്. പാറക്കുട്ടിയുടെ സ്കൂളെന്ന് പറയുന്നത് അവിടെ അടുത്തുള്ള മങ്ങാട് സ്കൂൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജാനുക്കുട്ടി ഭയങ്കര ഇരുട്ടായി. പാറക്കുട്ടി ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ജാനുക്കുട്ടീനെ കാണാനായിട്ട്. ജാനുക്കുട്ടിയും തിരിച്ചങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ രണ്ടുപേരും കയ്യൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹത്തിലാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അടിപ്പിടിയാണ്. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ ആവുമല്ലോ. എന്നാലും സ്നേഹമാവും, പക്ഷെ കുറച്ച് തല്ലൂട്ടങ്ങൾ ഉണ്ട് എന്ന് മാത്രം. ഇവിടെ എത്തുന്നു ഗൈസ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ ഒരു ഏരിയ. ഇപ്പം ഗൈസ് ഇതാണ് കേട്ടോ, ഒരു 7:30 ആവാനായിട്ടുണ്ട്. 7:30 ആയിരിക്കണേ. അപ്പം ഗൈസ് പിന്നെ പെട്ടെന്നൊരു ഐഡിയ തോന്നി അമ്മോട് വിളിച്ചിട്ട്, ഞങ്ങളിന്ന് വന്നിട്ടില്ല അമ്മ, നാളെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമ്മ നമ്മളെ കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ എടുക്കാന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഫോൺ വിളിച്ചപ്പോൾ അമ്മയാണെങ്കിൽ എടുക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ബസ്സിലെങ്ങനെ ആവുമെന്ന് നോക്കുമ്പോൾ ഉണ്ട് പെട്ടെന്ന് അമ്മ തൊട്ടടുത്തിക്കുന്നേ. അപ്പോൾ പ്ലാൻ ചീറ്റിപ്പോയി. ഓക്കെ, ഞാൻ അപ്പം വിളിച്ചോളൂല്ലോ. ഇതാണ് നമ്മളുടെ ജാനി. നീ നല്ല സുന്ദരിയായില്ല ജാനി. പ്രിയമ്മ അങ്ങനെ ഹാപ്പി ആയിട്ട് പ്രിയമ്മയ്ക്കൊരു സർപ്രൈസ് കൂടി വെച്ചിട്ടുണ്ട്. പ്രിയമ്മയ്ക്ക് നല്ല ഞാൻ സർപ്രൈസ് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്നാവോ? ചേച്ചിനെക്കാളും വലുതായ പട്ടുപാടെ നന്നായിട്ടില്ലോ അച്ചടിച്ചതാ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം അമ്മേനോട് പറയാണ് തടിയൊക്കെ വെച്ചിട്ടുണ്ട്, തടിയൊന്നും കുറയ്ക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.